2024 നീറ്റ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളും നിങ്ങളുടെ ഫിസിക്സ് ഭാഗം എങ്ങനെ പോയി എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഈസി ആയിരുന്നു, മീഡിയം ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു, എത്രത്തോളം ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി, എത്ര മാർക്കാണ് നിങ്ങൾ ഫിസിക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ 2024 നീറ്റിൻ്റെ ഫിസിക്സ് ഭാഗത്തിൻ്റെ അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് വിത്ത് ഡിഫിക്കൽട്ടി ഓഫ് ക്വസ്റ്റൻസ്. ഓൾമോസ്റ്റ് 26ഓളം ക്വസ്റ്റൻസ് നമുക്ക് ഈസി ആണെന്ന് തന്നെ കാറ്റഗറൈസ് ചെയ്യാം. 17ഓളം ക്വസ്റ്റൻസ് മീഡിയം എന്നും ഒരു മാക്സിമം പോയാൽ ഒരു 7 ക്വസ്റ്റൻസ് ഡിഫിക്കൽട്ട് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാം ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെ പറയാം. ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിലെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടാകും. കുറച്ചും കൂടി കാൽക്കുലേഷൻ വരുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ടൈപ്പ് കാൽക്കുലേഷൻ വന്നിട്ടുണ്ടാകും കുറച്ച് ക്വസ്റ്റൻസ്. അതേപോലെ തന്നെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസും ചിലപ്പോൾ നിങ്ങൾ വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചും കൂടി സമയം എടുക്കണം. അതല്ലാതെ ഫിസിക്സ് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾ 2018 മുതലുള്ള വർഷങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതേ സെയിം ലെവലിലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആണെന്നുള്ള വേറെ നമുക്ക് എന്ത് ചെയ്യാം, ആ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അസസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും 2018 മുൻപുള്ള എക്സാംസ് 2016-17 വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ തന്നെയാണ് ഈ വർഷം വന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഗോയിങ് ടു +1 ആൻഡ് +2 സിലബസിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല വന്നിരിക്കുന്നത്. +1 നിന്ന് 20 ക്വസ്റ്റൻസും +2 നിന്ന് 30 ക്വസ്റ്റൻസും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ, അല്ലെങ്കിൽ കുറച്ചും കൂടി +1 ക്വസ്റ്റൻസ് എങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല വന്നത്. കൂടുതൽ +2-നാണ് വെയിറ്റേജ് കൊടുത്തത്. അതിൽ നിന്നും +2-ൽ മോഡേൺ ഫിസിക്സിനൊക്കെ നല്ലൊരു വെയിറ്റേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ന്യൂ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു എക്സ്പെരിമെൻറ്റ്സിന് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പുതിയ സിലബസിലേക്ക് ആഡ് ചെയ്യുന്നത്. അവിടെ നിന്നൊന്നും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള നമ്മൾ ഓൾറെഡി പഠിക്കുന്ന, എല്ലാ വർഷവും സ്ഥിരമായിട്ട് പഠിക്കുന്ന എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെർനിയർ കാലിപ്പർ ക്വസ്റ്റനാണ് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് പുതിയ എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ വന്നിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം നീറ്റ് എഴുതാൻ പോകുന്നവർ, അത് റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഇനി +2 പഠിച്ച് +2 കഴിഞ്ഞ് നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾ എന്താണ് ഈ വർഷത്തെ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഫസ്റ്റ് കാര്യം, എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 95% ക്വസ്റ്റ്യൻസും NCERT ബേസ്ഡ് തന്നെ ആയിരുന്നു. അതിൻ്റെ അർത്ഥം NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നല്ല, പക്ഷെ അതിൻ്റെ എല്ലാ ഫണ്ടമെന്റൽസ് കിടപ്പുള്ള NCERT ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മാക്സിമം എന്താണ്, NCERT ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാക്സിമം ചെയ്യാൻ തന്നെയാണ്. ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ്ങിന് എക്സാമിനറിൻ്റെ +2 ബാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് കോച്ചിങ്ങുകളിലായിക്കോട്ടെ, അവിടെയൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളത് എൻഷുർ ചെയ്യണം. അതായത് അതൊന്ന് കുറേ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പല കുട്ടികളും ചിലപ്പോൾ JEE-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അതിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുന്നുണ്ടാവും. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ്, ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഈ വർഷത്തെ പേപ്പറിലും അങ്ങനത്തെ ചോദ്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് കാട് കടന്ന് പോയിട്ടുള്ള രീതിയിലുള്ള ഭയങ്കര കാൽക്കുലേഷനോ അല്ലെങ്കിൽ വളരെ അധികം മാത്തമാറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എല്ലാ ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകൾ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ, ഈവൻ ദ ടഫ് വൺസ്. ഓക്കെ, രണ്ടാമത് കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ MCQയിലെ ഓപ്ഷൻസ് മാത്രം ഉപയോഗിച്ചിട്ട് കാൽക്കുലേഷൻ്റെ ആൻസർ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ആ ഒരു എന്താണ് മൈൻഡ് സെറ്റ് നിന്ന് മാറണം. നിങ്ങൾ ഫൈനൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത്, ഓക്കെ, നിങ്ങൾ ആക്ച്വലി കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്ന ഒരു ശീലം ഉണ്ടാക്കണം. കാരണം ഈ വർഷത്തെ പേപ്പറിൽ അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈസി ആയിട്ട് ഓപ്ഷൻസ് നോക്കി ആൻസറിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ലാസ്റ്റ് കാര്യം, നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയ +2-ലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് ഒന്നും ക്വസ്റ്റ്യൻസേ വന്നിട്ടില്ല. എന്നാൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ്, ഈസി ചാപ്റ്റേഴ്സ് നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന മോഡേൺ ഫിസിക്സിലെ പല ചാപ്റ്റേഴ്സിൽ നിന്നും കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ 9ഓളം ചോദ്യങ്ങളാണ് ആ മോഡേൺ ഫിസിക്സിലെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് വന്നത്. അത് സെമി കണ്ടക്ടേഴ്സും ഇൻക്ലൂഡിംഗ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വളരെയധികം ഇങ്ങനെ വെയിറ്റേജ് നോക്കിയിട്ടുള്ള പ്രിപ്പറേഷൻ അവോയ്ഡ് ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രത്യേകിച്ച് ഈസി ചാപ്റ്റേഴ്സ്, എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്ന ചാപ്റ്റേഴ്സ് നന്നായി തന്നെ പഠിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഫ്യൂച്ചർ നീറ്റ് ആസ്പിരൻസ്.